വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3 മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 28 അധ്യായം 36 മുതൽ 46 വരെ വാക്യങ്ങൾ. നിന്നെയും നിനക്കായി നീ വാഴിക്കുന്ന രാജാവിനെയും നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതകളുടെ ഇടയിലേക്ക് കർത്താവ് കൊണ്ടുപോകും. അവിടെ നിങ്ങൾ കല്ലും തടിയും കൊണ്ടുള്ള അന്യദേവന്മാരെ സേവിക്കും. കർത്താവ് നിന്നെ കൊണ്ടെത്തിക്കുന്ന സകല ജനതകളുടെയും ഇടയിൽ നീ ഒരു ബീഭസ്തംഭമായിരിക്കും. പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയമാകും. നീ വയലിൽ ധാരാളം വിത്ത് വിതയ്ക്കും, പക്ഷേ വെട്ടുകിളികൾ തിന്നു ഒടുക്കുകയാൽ കുറച്ചു മാത്രമേ കൊയ്യുകയുള്ളൂ. നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും വെട്ടി ഒരുക്കുകയും ചെയ്യും, എന്നാൽ വീഞ്ഞു കുടിക്കുകയോ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുകയില്ല. പഴങ്ങൾ പുഴു തിന്നു തീർക്കും. നിന്റെ ദേശത്തെല്ലായിടത്തും ഒലിവ് മരങ്ങളുണ്ടായിരിക്കും, എന്നാൽ നീ അവയുടെ തൈലം ലേപനം ചെയ്യുകയില്ല. അവയുടെ കായകളെല്ലാം കൊഴിഞ്ഞു പോകും. നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. അവർ അന്യ നാടുകളിൽ അടിമകളായിരിക്കും. നിന്റെ വൃക്ഷങ്ങളും വയലിലെ വിളവുകളും വെട്ടുകിളികൾ തിന്നു തീർക്കും. നിന്റെ ഇടയിലുള്ള പരദേശി നിന്നേക്കാൾ വളരെ ഉന്നതനായിരിക്കും. നീ തീരെ അധപ്പതിക്കുകയും ചെയ്യും. അവൻ നിനക്ക് കടം തരും, കടം കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടാകുകയില്ല. അവൻ നിന്റെ അധിപനായിരിക്കുകയും നീ അവന് അധീനനാകുകയും ചെയ്യും. നീ നശിക്കുന്നതുവരെ ഈ ശാപമെല്ലാം നിന്റെ മേൽ പതിക്കും. അവ നിന്നെ വേട്ടയാടി പിടിക്കും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ കേട്ടില്ല. അവിടുന്ന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചില്ല. ഇവയെല്ലാം നിനക്ക് നിന്റെ സന്തതികൾക്കും എന്നേക്കും അടയാളവും അത്ഭുതവുമായിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് വളരെ ഗൗരവമേറിയ 2 ചിന്തകൾ നമ്മൾ വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഈ ഭാഗം വീണ്ടും വീണ്ടും വായിക്കണം. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന കൃത്യമായ കാര്യങ്ങൾ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങളാണ് നമുക്കിവിടെ. നമ്മുടെ കൃഷിഭൂമിയിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടുകയില്ല, അതൊക്കെയും പാഴായി മാറും. 2, നിൻ്റെ മക്കൾ നിൻ്റെ കൂടെ കാണുകയില്ല, അവർ അന്യദേശത്ത് പോയി ജോലി ചെയ്യും. പ്രിയമുള്ളവേ, ഇത് 2. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത്, നിൻ്റെ ഇടയിലുള്ള പരദേശി നിനക്ക് കടം തരും, നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇത് 3 ഇന്ന് നമ്മുടെ ഇടയിൽ വളരെ കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കൃഷിഭൂമിയിൽ നിന്ന് വിളവില്ലെന്ന് നമുക്കറിയാം. വിളവുണ്ടെങ്കിൽ പോലും അതിന് വിലയുമില്ല, അതിൻ്റെ ആദായവും നമുക്കില്ല. 2, നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പോകും. അവിടെ ഒരു തരം അടിമപ്പണി, നമ്മളെല്ലാം സ്വാതന്ത്ര്യം എന്ന് പറയും പോലും മറ്റുള്ളവന് വേണ്ടി വിടുവേല ചെയ്യും. അവൻ ഇഷ്ടംപോലെ കാശ് തരും. പക്ഷേ ഇവിടെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ അനാഥര, ആരോരുമില്ല. ഈ പണം കൊണ്ട് എന്ത് ചെയ്യാനാ? വല്ല സാധനം മേടിച്ച് കഴിക്കാൻ പോലും ഉള്ള ആവതില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കും. അവിടെയും പരദേശിയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ ഇടയിലുള്ള പരദേശികൾ ജോലിയെടുത്ത് ബംഗാളികൾ കാശുണ്ടാക്കിയിട്ട് നമ്മുടെ ആളുകൾക്ക് പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് വാങ്ങി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ എവിടേക്കാണ് പോണേ? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ട ജനമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? നമ്മൾ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഇരിക്കണം. കർത്താവ് 28 അധ്യായത്തിൻ്റെ 45 വാക്യത്തിൽ പറയുന്നത്, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ കേട്ടില്ല, അതാ നിനക്ക് സംഭവിച്ചത്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ നമ്മൾ കടന്നു പോകുന്ന, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന കേരളീയർ, മലയാളികൾ 1-ാം നൂറ്റാണ്ട് മുതൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അവൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കാനും അവസരം കിട്ടിയവരാ. നമുക്കൊരു പുനർവിചിന്തനം നടത്തേണ്ട സമയമാണ്. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിലായിരിക്കാം. അവൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെക്കാനും അത് ഹൃദ്യമാക്കിക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.